അമ്മേ ഇത് വെള്ളം ഉണ്ടായ കലാപം. മൈ ഗോഡ്. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മളിത് ഇന്നൊരു ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് ഒരു ക്യാമ്പിംഗ് നടത്താൻ പോവാണ്. അങ്ങനെ നമുക്ക് വേണ്ട ഫ്രെയിം നമ്മൾ അടിച്ചുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച പ്ലൈവുഡ് നമ്മളിത് സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ 4x8 3 പ്ലൈവുഡുകൾ വിരിച്ചിട്ട് നമ്മുടെ ബേസ് പ്ലാറ്റ്ഫോം നമ്മൾ റെഡിയാക്കിയേക്കാണ്. അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മാറ്റ് നമ്മുടെ പ്ലൈവുഡിലേക്ക് നമ്മൾ അടിച്ചു വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം ഒക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ടെന്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ചടപടാന്ന് നമ്മളുടെ ടെന്റ് സെറ്റ് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ടെന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ മണ്ണിലേക്ക് നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ ഒരു കമ്പി അടിച്ച് കയറ്റും. അപ്പോൾ അതിന് വേണ്ടി അവരിട്ടിരിക്കുന്ന ഒരു ഹോളിലാണ് നമ്മൾ തൽക്കാലം നമ്മുടെ സെൽഫ് സ്ക്രൂ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ആകാശത്തുള്ള ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങൾ നമ്മളുടെ എന്താ പറയുക പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കയറ്റുകയാണ്. അപ്പോൾ ആദ്യം നമ്മളുടെ കൂട്ടിലുള്ള നമ്മളുടെ കാടക്കുഞ്ഞുങ്ങളാട്ടോ. നമുക്ക് വേണ്ട സ്റ്റവും ബക്കറ്റും പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങൾ, പച്ചക്കറി, ലൈറ്റ്, നമുക്ക് ഒരു ദിവസം മൊത്തത്തിൽ അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി നമുക്ക് കിടന്നുറങ്ങാൻ ടെൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ക്യാമ്പിങ്, അതായത് ആകാശത്തുള്ള ക്യാമ്പിങ് നടത്തണമെങ്കിൽ ഒരാളുടെ വരാനുണ്ട്, വേറെ ആരുമല്ല, നമ്മളെ പൊക്കി നിർത്താനുള്ള ക്രെയിൻ എത്തിക്കഴിഞ്ഞു. നമ്മളുടെ ടെന്റിനെ പൊക്കാനുള്ള നമ്മളുടെ ക്രെയിൻ ഇങ്ങനെ പറന്ന് നടന്നു നിന്നെ ചുടാനുള്ളതാടാ. അപ്പോൾ മച്ചാന്മാരെ, ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മളുടെ ഈ ഒരു ബേസ് നമ്മൾ പൊക്കാൻ ഭാഗത്തിന് നമ്മളുടെ ക്രെയിൻ്റെ ഹുക്കുമേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആകാശത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതാണ്, ആരും തന്നെ അനുകരിക്കാനുള്ളതല്ല. അപ്പോൾ നേരെ വിട്ടാലോ. അപ്പോൾ ഈ കാണുന്ന ക്രെയിൻ വെച്ച് നമ്മളിത് ഈ കാണുന്ന നമ്മളുടെ ടെൻറ്റ് ഹൗസിൽ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പൊന്തി പോകാൻ പോവാണ്. ചേട്ടാ പൊക്കിക്കോ. അപ്പോൾ ഇനി നമ്മൾ പൊന്തി പോവാൻ പോവാണ്. പ്രവീണ പൊന്തി പോവാടാ. അടിപൊളി, പൊന്തി തുടങ്ങി. അങ്ങനെ നമ്മളിത് ഇപ്പം ഏകദേശം ഇത്ര പൊന്തിയിട്ടുണ്ട്. പൊന്തട്ടെ. അപ്പോൾ സംഭവം ടെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ നിൽക്കുകയാണ്. അത്യാവശ്യം എന്താ പറയുക നല്ല സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം വെച്ചമാരെ ഒരു രക്ഷയില്ല, നമ്മളുടെ നല്ല ഹൈറ്റിലേക്കായിട്ടോ എനിക്ക് ചെറുതായിട്ടൊക്കെ പേടി തോന്നി തുടങ്ങുന്നുണ്ട്. നമ്മൾ മാക്സിമം ഹൈറ്റിലേക്ക് പൊന്തി വന്നത് തെങ്ങുമ്പോൾ മുട്ടാറ്. ഇപ്പം തേങ്ങയിടാം ഇവിടെ, ഞാൻ തേങ്ങ ഇടുന്നവരാണ് അവിടുന്ന്. സംഭവം വെച്ചമാര് ഒരു രക്ഷയില്ല. നമ്മൾ ഇത്ര താഴ്ചയിലാണ്. നമ്മുടെ പിള്ളേരൊക്കെ കണ്ട അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൊട്ട് പോലെ. ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേട്ടാ. ഇപ്പം വെച്ചമാര് അങ്ങനെ നമ്മളെ ക്രെയിനിൽ പൊക്കി നിർത്തിയേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് താഴെ ലോകമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അമ്മേ, ഇതൊക്കെ പാത്രമാണ്. സ്റ്റൗവ് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളുടെ സ്റ്റൗവ് നോക്കി നമ്മളെ താമരപ്പൂ പോലെ ഇരിക്കുന്നത് കണ്ട. ഇത് നമ്മൾ കത്തിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവനിവിടെ കയറ്റി വെച്ച് പാത്രം ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. സൈഡിലേക്ക് പോയല്ല, ചെറിയൊരു ചരി കൊണ്ട് തോന്നണം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ മുട്ട കടന്ന് കറങ്ങുന്നുണ്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ ബേസ്. ആദ്യത്തെ ബുൾസൈയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബുൾസൈ. ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കിട്ടിയാലും കൊടുക്കത്ത് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കണ്ടാ. അങ്ങനെ വെച്ചാൽ നമ്മളുടെ ക്യാമ്പിൽ വന്ന് നമ്മളത് ഈ പ്രഭാത ഭക്ഷണം അല്ല വൈകിട്ടത്തെ ഭക്ഷണം നമ്മുടെ മുട്ട പൊരിച്ചത് നമ്മൾ കഴിച്ചു. മുട്ട പൊരിച്ചതല്ല, ബുൾസൈ. സംഭവം ഇനി ഇപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് രാത്രി സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള വയറും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ട്യൂബാണിത്, വയറാണിത്. അങ്ങനെ വെച്ചാൽ സമയം നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി എൻ്റർടൈൻമെൻറ്റുകളൊന്നും ഇല്ലാത്ത കാരണം എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ നൂഡിൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്ര മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇനി വെള്ളമൊക്കെ വെച്ച് റെഡിയായി വരണം.
നൂഡിൽസിൻ്റെ ഒപ്പം നമ്മൾ നമ്മുടെ കാടക്കുട്ടനെയാണ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. കാടക്കുട്ടനെയാണ് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സംഭവം നമ്മൾ പൊരിക്കാൻ വിചാരിച്ചാണ് അവനെ കൊണ്ടുവന്നെങ്കിലും ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് കളിച്ച് നമ്മൾ ഉണ്ടാക്കിയ മുട്ട പുളിച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞൂടാ ഇതിനെ കൊല്ലാൻ തോന്നില്ല. ഇപ്പോഴാണ് നമുക്ക് വീട്ടുകാരെയൊക്കെ കാണാൻ തോന്നുക. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനത്തെ സമയത്തൊക്കെ വീട്ടുകാരെ കാണാനൊക്കെ തോന്നും. നമ്മുടെ നൂഡിൽസ് കിട്ടാൻ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ നമ്മൾ ഓഫ് ചെയ്തു. നല്ല ആവി വരുന്ന നൂഡിൽസ് ഇത് റെഡി ആയിട്ടുണ്ട്. എണ്ണ അത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഒഴിച്ചപ്പോഴേക്ക് എണ്ണ ചൂടായി. വേറെ ഒന്നുമല്ല, ചുവട് അധികം കട്ടില്ലാത്ത പാത്രമാണ്. ഇത് വെള്ളം അയ്യോ അമ്മേ, ഇത് വെള്ളം ഉണ്ടായാ കലാപം. എന്താടാ, ഞാനിവിടെ ഫയർ വർക്ക് നടത്തിയതാടാ. പ്രശ്നമൊന്നുമില്ല, ഞാനേ വെളിച്ചെണ്ണ ഒഴിച്ചതിലെ കൂടെ വെള്ളം ഒഴിച്ചു പോയടാ. പാത്രത്തിലെ വെള്ളം കളയാട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ പാത്രം ചൂടായ സ്ഥിതിക്ക് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഡബിൾ ബുൾസൈ, കമോൺ. അടിപൊളി നൂഡിൽസും നമ്മുടെ ബുൾസയും ഒക്കെ കഴിച്ച് നമ്മളിതേ വെള്ളം കുടിച്ച് കുലുക്കൊക്കെ കുഴിഞ്ഞ് സെറ്റായിട്ടാ. അങ്ങനെ ദേ നമ്മളുടെ വെള്ളമൊഴിച്ചു, പാത്രമൊക്കെ കഴുകി ഇതേ നമ്മൾ നല്ല ക്ലീനാക്കി വെക്കുകയാണ്. കാരണം നാളെ കാലത്ത് നമ്മൾ ഇതിലാണ് ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേ സമയം ചടപടാന്ന് പോകുന്നുണ്ട്. നല്ലൊരു ഉറക്കം വന്ന അപ്പം കിടന്നിറങ്ങാനുള്ള മൂഡിലായിട്ടായിരിക്കുന്നത്. എൻ്റെ അമ്മു. അങ്ങനെ വെച്ചാൽ ഏകദേശം സമയം അറിയാനൊന്നും വഴിയില്ലല്ല. നമ്മുടെ ഒരു ബുക്ക് അങ്ങനെ തന്നെ വായിച്ചു കഴിഞ്ഞു കേട്ടോ, ബാലരമ. ഇനി സിബും പൂട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളും കാടക്കുട്ടനും മാത്രമേ ഉള്ളൂ ഈ ആകാശത്ത് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. ഓക്കെ, അപ്പം നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഞാൻ ഉറങ്ങിപ്പോയേ. ഹായ് മനുഷ്യന്മാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ ഒരു ദിവസം അങ്ങനെ നമ്മൾ വിജയകരമായി ആകാശത്ത് കിടന്നുറങ്ങിയേക്കാണ്. അങ്ങനെ വെച്ചാൽ നമ്മള് ലിഫ്റ്റിന്റെ മുകളിൽ കയറിയിട്ട് പിറ്റത്തെ ദിവസമായിട്ടുണ്ട്. ലിഫ്റ്റ് ഒന്ന് ക്രെയിനായിരുന്നു കേട്ടോ, പറഞ്ഞത് മാറിപ്പോയി. ഇത് ഞാൻ പല്ല് തേക്കാനായി കൊണ്ടുവന്ന എൻ്റെ പുത്തൻ ബ്രഷും പുത്തൻ പേസ്റ്റും. ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതേ നമ്മുടെ ചൂടൻ ചായ എടുത്ത് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് താങ്ങാം. നല്ല മധുരം. അങ്ങനെ മച്ചാമാരെ നമ്മുടെ ക്യാമ്പിങ് അവസാനിപ്പിക്കാനായിട്ടുള്ള നേരമായിക്കാണ്. ഇപ്പൊ നമ്മളുടെ ക്രെയിനുമേന്ന് നമ്മുടെ ഈ ഒരു ക്യാമ്പിംഗ് ബേസ് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം നമ്മളിത് മുകളിലായിരുന്നു, അത് താഴേക്ക് ഇപ്പോ ഇത് താന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ മച്ചാമാരെ നീണ്ടു നിന്ന നമ്മളുടെ ഒരു ക്യാമ്പിങ് നമ്മള് തൽക്കാലത്തേക്ക് ഒന്ന് താഴേക്ക് എത്തിക്കുകയാണ്. ലാൻഡായി നമ്മുടെ ചന്ദ്രനിലൊക്കെ പേടക ലാൻഡാണോ പോലെ നമ്മളുടെ ക്യാമ്പിങ്ങിനുള്ള നമ്മുടെ ടെന്റും നമ്മുടെ ബേസും ഒക്കെ അതെ താഴേക്ക് വന്ന് ലാൻഡായിക്കാണ്. സംഭവം ഒരു സങ്കടമുണ്ട്. ഇനി ഇതുപോലെ എന്താ പറയാ, ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി നമ്മൾ ഒരു വൺ ടൈം ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് വേണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അങ്ങനെ നമ്മളുടെ നീണ്ടൊരു ക്യാമ്പിങ് കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ പിള്ളേർ അഴിക്കുകയാണ്. ആകാശത്തൊരു ക്യാമ്പിങ് എന്ന ഈ ഒരു വീഡിയോ രക്ഷയുണ്ടായില്ല, നല്ലോണം ഞാൻ എൻജോയ് ചെയ്തതാണ്. അത്യാവശ്യം പേടിയോടുകൂടി തന്നെ എൻജോയ് ചെയ്തതാണ്. ഡിസ്ക്ലൈമർ ഒന്നുകൂടി പറയാണ്, ആരും തന്നെ ഇതൊന്നും അനുകരിക്കരുത്. ഇത് കാണാൻ എൻജോയ് ചെയ്യാന്നല്ലാതെ ഇതാരും തന്നെ അനുകരിക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെ നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കരയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ ഒരു ആട്ടം ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങനെ ആടി കൊണ്ടിരിക്കുന്ന പോലെ തോന്നും. കാരണം നമ്മൾ കുറേ മണിക്കൂറുകൾ ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ ആടി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന കാരണം. അപ്പോൾ പക്ഷേ വരെ എന്തായാലും ഇന്നത്തെ ക്യാമ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആകാശത്തെ ക്യാമ്പിംഗ് നമ്മൾ കഴിച്ചേക്കാണ്.